ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യൂറോപ്യൻ ഫുട്ബോളിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹം ആദ്യമായിക്കൊണ്ടായിരുന്നു വേൾഡ് കപ്പിൽ ഒരു ടീമിനെ പരിശീലിപ്പിച്ചത്. പക്ഷേ കൈപ്പേറിയ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ബ്രസീൽ പുറത്തായതോടുകൂടി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് കാർലോ ആഞ്ചലോട്ടിക്ക് തന്നെയാണ്. ഇതേക്കുറിച്ച് പെപ് ഗാർഡിയോള ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലുമായി പൊരുത്തപ്പെട്ടു പോകാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കുമോ എന്നുള്ളത് തനിക്കറിയില്ല. അതുപോലെ തന്നെ വേൾഡ് കപ്പ് പോലെയുള്ള ഇന്റർനാഷണൽ കോമ്പറ്റീഷനുകളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കുമോ എന്നുള്ളത് തനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി അതിനോട് അഡ്ജസ്റ്റഡ് ആവുമോ എന്നുള്ളത് തനിക്കറിയില്ല എന്നാണ് പെപ്പ് പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുറച്ച് വ്യക്തത കുറവുള്ള ഒരു ടീമാണ് ബ്രസീൽ. നോക്കൗട്ട് ഫോർമാറ്റിലുള്ള ഇത്തരം ഒരു ടൂർണമെൻറ്റിൽ ആഞ്ചലോട്ടിയുടെ മെൻറ്റാലിറ്റി അത് പൊരുത്തപ്പെട്ടു പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം വളരെ മികച്ച പരിശീലകനാണ്, അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴും പരിഗണിക്കപ്പെടുന്ന ഒരു ടീമാണ് ബ്രസീൽ. അവിടെ വളരെയധികം സമ്മർദ്ദം ഉണ്ടാകും. ഒരുപാട് ഇതിഹാസങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ അവിടെ പൊരുത്തപ്പെട്ടു പോകേണ്ടതുണ്ട്. ഇതാണ് ബ്രസീലിനെ കുറിച്ചും കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ചും പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പ് കളിക്കുക, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോമ്പറ്റീഷനുകൾ കളിക്കുക, ബ്രസീലിനെ പോലെയുള്ള ഒരു ടീമിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതൊക്കെ ഒരൽപ്പം ബുദ്ധിമുട്ടാണ്. ആഞ്ചലോട്ടിയുടെ മെൻറ്റാലിറ്റി അതിനോട് അഡ്ജസ്റ്റഡ് ആവുമോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട് എന്നാണ് പെപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബ്രസീലിൽ അത്ര മികച്ച ഒരു തുടക്കം കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിച്ചിട്ടില്ല. ഒരുപാട് സമനിലകളും തോൽവികളും ഒക്കെ അവർ വഴങ്ങിയിരുന്നു. വേൾഡ് കപ്പിൽ നിന്നും നേരത്തെ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇനി മുതൽ ഒരു പുതിയ തുടക്കമാണ് അദ്ദേഹത്തിന് കീഴിൽ ബ്രസീൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.